സ്വഹാബിമാരല്ലേ വലിയ ഔലിയാക്കള്, അവരെ കൂട്ടത്തിൽപ്പെട്ട മഹാനല്ലേ ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ ഭാഗത്തേക്ക് വിട്ടു. ബദർ യുദ്ധാനന്തരമാണ്. മക്കയുടെ ഭാഗത്തേക്ക് അവിടെ ശത്രുക്കളായ ചില ആളുകളുണ്ട്, അവരെ നേരിടാനും നേർക്ക് നേരെ പറഞ്ഞു നന്നാക്കാനും വിട്ടു. അത് കഴിഞ്ഞവർ തിരിച്ചു പോകുമ്പോ വഴിയോരം സഞ്ചരിക്കുമ്പോ ഭക്ഷണം കഴിച്ച കാരക്ക, ആ കാരക്കയുടെ കുരു കണ്ട് മനസ്സിലാക്കിയിട്ട് മക്കയിലെ ചില ഗോത്രക്കാര് പറഞ്ഞു, മദീനക്കാർ ഈ വഴിക്ക് വന്നിട്ടുണ്ടല്ലോ, മദീനയിലെ കാരക്ക ഇവിടെ കാണാനുണ്ടല്ലോ. അപ്പോഴേക്ക് മക്കയിലുള്ള പല ഗോത്രങ്ങളും ഉണർന്നു, മദീനക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നോക്കണം, അവരാരൊക്കെയാണെന്ന് നോക്കണം, നമുക്കവരെ പിടികൂടണം. പിന്നാലെ കുറച്ചാളുകൾ വന്നപ്പോ അതാ ഒരു കുന്നിന്റെ മുകളിലാണ് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള 9 ആളുകളും ഉള്ളത്. ആസിം റളിയല്ലാഹു അൻഹുവോടും ബാക്കിയുള്ളവരോടും താഴ്ഭാഗത്ത് നിൽക്കുന്ന ശത്രുക്കൾ പറയുന്നു, നിങ്ങൾ വരൂ, നിങ്ങളെ ഒന്നും ചെയ്യൂല, നിങ്ങളെ ആക്രമിക്കൂല, നിങ്ങളെ അടിമകളാക്കൂല, നിങ്ങളെ അറസ്റ്റ് ചെയ്യൂല, നിങ്ങൾ താഴോട്ട് വരൂ, നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വിളിക്കുകയല്ല. ഉടനെ തന്നെ ആസിം റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ശരീരം ചെലവഴിച്ചത്, എൻ്റെ സമ്പത്ത് ചെലവഴിച്ചത്, എൻ്റെ ആരോഗ്യം ചെലവഴിച്ചത്. അതുകൊണ്ട് ഒരൊറ്റ നിഷേധിയുടെ പിറകിലും സംരക്ഷണത്തിലും എന്നെ കൊടുക്കല്ലേ അല്ലാഹ്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരൊറ്റ നിഷേധിയുടെ ശത്രുവിന്റെ കീഴിലും എന്റെ ശരീരം നീ ഒതുക്കിക്കളയല്ലേ അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ശരീരവും എൻ്റെ സമ്പത്തും ആരോഗ്യവും ചെലവഴിച്ചത്. അതുകൊണ്ട് ഒരൊറ്റ ശത്രുവിന്റെ കീഴിലും അടിമപ്പണി എടുക്കാൻ, കീഴ്പ്പെട്ട് കൊടുക്കാൻ ഞാനില്ല. എന്റെ ശരീരത്തിന് നീയാണ് കാവൽ നൽകേണ്ടത്. നിന്റെ ദീനിന് ഞാൻ കാവൽ നൽകിയിട്ടുണ്ട്, നിന്റെ ദീനിന് വേണ്ടി അക്ഷീണം യത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശരീരം ശത്രുക്കൾക്ക് പന്താടാൻ കൊടുക്കരുത്, എന്റെ ശരീരത്തിന് നീ സംരക്ഷണം കൊടുക്കണേ അല്ലാഹ്. അവർ ഒറ്റ വാക്കല്ലേ. ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടെ വരാനില്ല. ശത്രുക്കൾ അമ്പെയ്തു, മഹാനവറുകൾ അവിടെ തന്നെ ഷഹീദായി വീണു. കൂട്ടത്തിൽ 6 പേരും അവിടെ ഷഹീദായി. 3 മഹാന്മാര് താഴോട്ടിറങ്ങി വന്നു. ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ദസ്നാ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ത്വാരിഖ് റളിയല്ലാഹു അൻഹു, 3 പേരും താഴോട്ടിറങ്ങി വന്നു. അവർക്കെല്ലാ സംരക്ഷണങ്ങളും താഴെ നിൽക്കുന്ന ആളുകൾ കൊടുത്തു. അവരങ്ങനെ ശരിയായ നിലക്ക് കയ്യിൽ ഒതുങ്ങി കിട്ടിയെന്ന് കണ്ടപ്പോ കൈ രണ്ടും പിടിച്ച് കെട്ടിക്കളഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ത്വാരിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ അവ്വലുൽ ഖദർ, ഇത് ആദ്യത്തെ ചതിയാണ്. കെട്ടിയിടൂല, അടിമയാക്കൂല, അറസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എന്തിനാണ് കെട്ടിക്കൂട്ടുന്നത്? ഞങ്ങൾ നിങ്ങളെ കൂടെ വരാമല്ലോ, പിന്നെ കയ്യിനിങ്ങനെ ആമം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് 1ാമത്തെ ചതിയാണ്. ഞാൻ നിങ്ങളെ കൂടെ വരാനില്ല. ആ മഹാനുഭാവൻ അവിടെ വെച്ച് തന്നെ അവർ കൊന്നുകളഞ്ഞു. ബാക്കിയുള്ള 2 ആളുകളെ മക്കയിലേക്ക് കൊണ്ടുപോയി ചന്തയിൽ വിറ്റുകളഞ്ഞു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങിയത് ഹാരിസിന്റെ മക്കളാണ്. ഹാരിസിനെ ബദറിൽ വെച്ച് വകവരുത്തിയത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവാണ്. ഹാരിസിന്റെ മക്കൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു വിട്ടുകിട്ടണമെന്ന നിലക്ക് സംഖ്യ കൊടുത്ത് കച്ചവടം ഉറപ്പിച്ച് വാങ്ങിപ്പോയി. ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി അവരുടെ ഒരു ഹാരിസിന്റെ പുത്രിയായ സൈനബിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. ആ ഖുബൈബ് റളിയല്ലാഹുവിൽ നിന്ന് അനുദിനം സൈനബ് എന്ന് പറയുന്ന പെണ്ണ് കാണുന്നത് നന്മയാണ്, നല്ല മനുഷ്യനാണ്, നല്ല ബഹുമാനമുള്ള ആളാണ്. പിൽക്കാലത്ത് ആ പെണ്ണ് പറഞ്ഞില്ലേ, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്, ഖുബൈബിനേക്കാളും നല്ലൊരു ബന്ദിയെ, നല്ലൊരു തടവുകാരൻ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഖുബൈബ് ബിൻ അദീ എന്റെ വീട്ടിൽ താമസിക്കുമ്പോ വഇന്നഹു ലയകുലു മിൻ ഖിതഫിൽ ഇനബി, മുന്തിരിക്കൊല കയ്യിലെടുത്ത് അങ്ങനെ ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വമാ ബി മക്കത മിൻ ഇനബിൻ, മക്കയിൽ എവിടെയും മുന്തിരി കിട്ടാനില്ലാത്ത കാലമാണ്.
ഫലമാണ്. വ ഇന്നഹു ലരിസ്ഖുൻ റസഖഹുല്ലാഹു ഖുബൈബാ, അത് ഖുബൈബ് തങ്ങൾക്ക് അല്ലാഹു നൽകിയൊരു പ്രത്യേക ഭക്ഷണമാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അങ്ങനെ പ്രത്യേക ഭക്ഷണം കൊടുത്തില്ലേ? സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം പാത്രത്തിൽ കൊണ്ടുവരുമ്പോ താൻ കൊണ്ടുവരുന്നതിന്റെ മുമ്പ്, അവിടുന്ന് കൊണ്ടുവരുന്നതിന്റെ മുമ്പ് പാത്രങ്ങളൊക്കെ റെഡിയാണ്, ഭക്ഷണവും റെഡിയാണ്. എവിടുന്നാണ് ഈ ഭക്ഷണം കിട്ടിയത്? ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഇബാദത്ത് കൊണ്ട്, ഇൽമു കൊണ്ട്, ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ നേർച്ചയുടെ ആത്മാർത്ഥത കൊണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് നന്നേ ചെറുപ്പത്തിലെ സ്വർഗീയ ഭക്ഷണം അല്ലാഹു കൊടുത്തുപോയി. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പാത്രത്തിലല്ല, വീട്ടിൽ നിന്നുള്ള വിഭവങ്ങളല്ല, സ്പെഷ്യലായി ഭക്ഷണം വന്നുപോയി. ബന്ദിയായി വീട്ടിൽ താമസിക്കുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പേടിയുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കൊടുത്തുപോയി. മക്കയിൽ എവിടെയും കിട്ടാത്ത മുന്തിരി ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്തുപോയി. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, എന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് അറിയിക്കണേ. നിങ്ങളെ ഉപ്പയെ ഞാനാണ് വധിച്ചു കളഞ്ഞത്, ശരിയാണ്, അതൊരു പോർക്കളത്തിലാണ്. പ്രതികാരം വീട്ടാനാണ് നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് എന്ന് എനിക്കറിയാം. അതിന്റെ സമയമാകുമ്പോ എന്നോടൊന്ന് വിവരം പറയണം. സമയമായി എന്നുള്ള വിവരം അറിയിച്ചപ്പോ സൈനബ് എന്ന പെണ്ണ് നോക്കുന്നു ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ. മുഖത്തൊരു ഭയമില്ല, ഭാവമാറ്റമില്ല. ആ പെണ്ണിനോട് പറയുന്നു, ഒരു കത്തി തരുമോ? എന്തിനാണ് കത്തി? അതേ, അള്ളാഹുവിലേക്ക് യാത്ര പോവുകയല്ലേ, ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട രോമങ്ങൾ മുഴുവനും ഒന്ന് ഒഴിവാക്കാനാണ്, വെട്ടിക്കളയേണ്ട നഖങ്ങൾ വെട്ടി നീക്കാനാണ്. ആ കത്തി വാങ്ങിയിട്ട് വേണ്ട രൂപത്തിലുള്ള ഭംഗികളൊക്കെ സ്വീകരിച്ചു, സുന്നത്തായ എല്ലാ ഭംഗികളും സ്വീകരിച്ചു. കത്തിയും പിടിച്ചൊരു ഭാഗത്തിരിക്കുമ്പോ എന്റെ ചെറിയ പെൺകുട്ടി നടന്ന് 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 ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പോയി കൈവച്ച് ഇങ്ങനെ എണീറ്റ് നിന്നു. ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടിയെ ഹുബൈബ് റളിയല്ലാഹു അൻഹു മടിയിലേക്ക് ഇരുത്തി. ഒരു കയ്യിൽ കത്തിയുണ്ട്. പെണ്ണിങ്ങനെ പുറത്തുനിന്നിങ്ങനെ നോക്കിയിട്ട് വല്ലാതെ പരിഭ്രമിക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, പെണ്ണേ, ഈ കുട്ടിയെ ഞാൻ വല്ലതും ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതേണ്ട. ആ കുട്ടിക്കൊരു ചുംബനം കൊടുത്ത് ഇറക്കി വിടുന്നു. ഹുബൈബ് തങ്ങൾക്ക് ആ കുട്ടിയെ വിളിച്ചിട്ടൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തുകൂടെ? പക്ഷേ മഹാന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ കണക്കെങ്ങനെയാണോ അതിലവര് പൂർണ്ണ തൃപ്തിയാണ്. വ്യാകുലതകളില്ല, ആദികളില്ല, മറ്റുള്ളവരോട് പരാതികളില്ല. ആ കുട്ടി ഇറക്കി വിട്ടു. കുട്ടി ഉമ്മാന്റെ അടുത്തേക്ക് പോയി. ഈ ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കഴുമരത്തിലേക്ക് കയറ്റുന്നതിന്റെ മുമ്പ് അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹുബൈബ്, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് രണ്ട് കൈയിനും നന്നായി ബന്ധനം വെച്ച് കഴുമരത്തിന്റെ മുന്നിലാണ്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങളെ വിട്ടേക്കാം. എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആധുനിക യുഗത്തിലുള്ള താരങ്ങളെ നോക്കിയിട്ട് ലോകതലത്തിൽ കൂടുതൽ റെക്കോർഡും കൂടുതൽ റേസും കിട്ടുന്ന, കൂടുതൽ ഫാൻസും കിട്ടുന്ന ആളുകളെ നോക്കിയിട്ട് കൽബ് കൊടുക്കണ്ട. വിജയം കിട്ടൂല. അവർക്ക് ലൈക്കടിച്ചിട്ട് അവരെ പിന്നാലെ നിന്നിട്ട് അവര് ചെയ്യും പോലെ ചെയ്തിട്ട് അവര് മാർക്ക് ചെയ്യും പോലെ മാർക്ക് ചെയ്തിട്ട് അവരെ താബീങ്ങളായി നിന്നിട്ട് ഹ്രസ്വകാല ജീവിതം തകർത്തുകളയണ്ട. ലോകത്തിന്റെ ഏതു ഭാഗത്താണ് അവര് വരുന്നത്? എവിടെയാണ് അവർ തട്ടുന്നത്? എവിടെയാണ് അവർ കൊട്ടുന്നത്? എവിടെയാണ് അവർ ഉദ്ഘാടനം ചെയ്യുന്നത്? ഇത് നോക്കിയിട്ട് സമയം കളയണ്ട. ഖൽബ് കൊടുക്കേണ്ടത് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനുമാണ്.
അതുകൊണ്ടല്ലേ ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ പറയുന്നത്, ഹുബൈബേ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഇതേ അവസ്ഥയിൽ നിങ്ങളെ നേതാവ് ഇപ്പൊ മദീനയിലല്ലേ ഉള്ളത്? ആരാ നേതാവ്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെപ്പോലൊരു ബന്ധനാവസ്ഥയിലും നിങ്ങൾ സുഖത്തിന്റെ അവസ്ഥയിലുമാകുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്ഥിതി എവിടെയാണ്? എവിടുന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? നേരെ മുന്നിൽ കഴുമരമാണ്. സെക്കൻഡുകൾക്കകം കഴുമരത്തിലേക്ക് കയറ്റാൻ പോവുകയാണ്. ഒരൊറ്റ വാക്ക് നഅം എന്ന് പറഞ്ഞാൽ മതി, ജീവിതത്തിന്റെ സുഖങ്ങൾ ലഭിച്ചുപോയി. മദീനയിലേക്ക് പോകാൻ വാഹനം കിട്ടിപ്പോയി. ശത്രുക്കൾ തന്നെ മദീനയിലേക്ക് കൂടെ വന്ന് പ്രൊട്ടക്ഷൻ നൽകിപ്പോയി. പക്ഷേ ഈമാനിന്റെ കാതലായ വശം, ഇഖ്ലാസിന്റെ കാതലായ വശം, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണോ? മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കുന്നവനാണോ? പതറേണ്ടവനല്ല, അവരോടുള്ള മഹബത്ത് ഊട്ടിയുറപ്പിക്കേണ്ടവനാണ്. ഔലിയാക്കളിൽപ്പെട്ട ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു, ബദരീങ്ങളിൽപ്പെട്ട മഹാനവറുകൾ പറയുന്നത്, ഞാനിപ്പോ ഈ ബന്ധനത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എന്റെ ഹബീബ, എന്റെ നേതാവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്പൊ എവിടെയാണോ മദീനയിൽ, അവിടുത്തെ വിശുദ്ധമായ പാദുകത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല, എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. തടവറയിൽ കഴിയുന്ന ഞാൻ, ബന്ധനത്തിൽ കഴിയുന്ന ഞാൻ, ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴും എന്റെ നേതാവിന്റെ ശറഫാക്കപ്പെട്ട തിരുപാദത്തിൽ ഒരു മുള്ളേൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല എന്നുള്ള സ്നേഹത്തിന്റെ ഒരു പ്രതികരണമില്ലേ? മനസ്സിന്റെ ആഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു പ്രതികരണമില്ലേ? ഈ പ്രതികരണം കേട്ട് ചിരിച്ച വ്യക്തിയാണ് അബൂ സുഫിയാൻ. 6 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ ദീനിലേക്ക് കടന്നു വരാൻ ഭാഗ്യം കിട്ടിയ അബൂ സുഫിയാൻ ഈ മഹബത്ത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയുണ്ടോ ഒരു സ്നേഹം? സ്വന്തത്തെക്കാളും, സ്വന്തം ശരീരത്തെക്കാളും, സ്വന്തം ജീവനെക്കാളും നേതാവിനെ സ്നേഹിക്കുന്ന സ്നേഹമില്ലേ മൂമിനീങ്ങളെ, ഉമ്മമാരെ? ആ സ്നേഹമാണ് നമുക്ക് വേണ്ടേണ്ടത്. ഉറക്കൊടിക്കേണ്ടത് താരങ്ങൾക്ക് വേണ്ടിയല്ല, സമയം കളയേണ്ടത് താരങ്ങൾക്ക് വേണ്ടിയല്ല, അള്ളാഹുവിനും അള്ളാന്റെ റസൂലിനും വേണ്ടിയാണ്. ശിഷ്ടകാല ജീവിതത്തിൽ മുതലാക്കിക്കോ. ഏറ്റവും കൂടുതൽ പറയേണ്ടതുണ്ടോ? അള്ളാഹുവിനെ പറഞ്ഞോ, മുത്തുനബി തങ്ങളെ സുന്നത്ത് പറഞ്ഞോ, അവിടുത്തെ വാക്കുകൾ പറഞ്ഞോ, അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞോ. നിന്റെ മനസ്സിൽ നിന്നത് മുഴുവനും എടുത്തു നീക്കുന്നത് ഭൗതിക ലോകത്ത് എല്ലാവരും വലിയ സാമ്രാട്ടുകളായി ഉന്നതിയിലേക്ക് വാഴ്ത്തിവെച്ച, എല്ലാവരും പ്രതിരൂപങ്ങൾ സൃഷ്ടിച്ച് ആരാധന പോലെ കണ്ടു കഴിയുന്ന ഭൗതിക താരങ്ങളുടെ പിന്നാലെ നിന്നിട്ട് സ്നേഹിക്കുമ്പോ ഈമാന് പോയി പോകുന്നു, ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്നു. ഹുബൈബ് തങ്ങളെ കൂടെ ആഖിറത്തിൽ കൂടേണ്ടയോ? അവരെ വിളിച്ച് നബി തങ്ങളെ അടുത്തേക്ക് ആനയിക്കുമ്പോ തൊട്ടടുത്തൊന്നും പോകാനൊക്കില്ലെങ്കിലും പിന്നാലെ പിന്നാലെ പിന്നാലെയെങ്കിലും അവരുടെ കൂട്ടത്തിൽ ചേരേണ്ടയോ? അതിന് തീർത്തും അള്ളാഹുവിന്റെ റസൂലിന് വിധേയപ്പെടുന്നവൻ അള്ളാഹുവിനെ അനുസരിച്ചു പോയി. ആ ഒരു മഹബത്ത് വാക്കുകളിൽ പോരാ, പ്രവർത്തനങ്ങളിൽ പോരാ, ആത്മാവ് മുഴുവനും ആ മഹബത്തിൽ അലിഞ്ഞു ചേരണം. തഅസില്ലിലാഹ വഅൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ ലഅംദി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ.
നിന്റെ ഹുബ്ബ് യാഥാർത്ഥ്യമാണോ ലഅതഅതഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ വിധേയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ അനുസരിക്കണം. ലോകത്തിൽ ലക്ഷോപിലക്ഷം ആളുകൾ ഏതെങ്കിലും ഒരു താരത്തിന്റെ കളർ സ്വീകരിച്ച് മുഖത്ത് മുഴുവനും കളർ തേച്ചാലും വസ്ത്രത്തിൽ കളർ തേച്ചാലും നീ അത് തേക്കരുതേ മുസ്ലിമേ. ലോകത്ത് ഏതെങ്കിലും ഒരു താരത്തെ പ്രേമിക്കുന്നൊരു പെണ്ണ് ശരീരത്തിന്റെ ഭാഗങ്ങൾ അയച്ചിട്ട് പതാക കൊണ്ട് പുതഞ്ഞ താരത്തിലേക്ക് എടുത്തു ചാടുന്നുണ്ടെങ്കിൽ ഈമാനുള്ള ഉമ്മമാരെ, നമ്മളും അതിന്റെ പിന്നിൽ നയിക്കേണ്ടവരല്ല, നമ്മളും അതിന്റെ പിന്നിൽ ഉല്ലസിക്കേണ്ടവരല്ല. നമ്മുടെ ജീവിതം ഇവിടെ തിമിർത്താടാനല്ല, ഹോബികൾ മുഴുവനും തീർക്കാനല്ല. അതിനൊരു ലക്ഷ്യബോധമുണ്ട്, അതിനൊരു നിർദ്ദേശമുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. രാവിലെയും വൈകുന്നേരവും മുഅ്മിനീങ്ങൾ ഓതൽ സുന്നത്തുള്ള ഒരായത്താണിത്. എന്നും ചിന്തിച്ചുകൊണ്ട് ഓതേണ്ട ഒരായത്താണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഭൂമിക്കൊരു കനം കിട്ടാൻ വേണ്ടിയാണോ പടച്ചത്? ഇവിടെ വ്യാപാരങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണോ പടച്ചത്? ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള നിലക്കാണോ പടച്ചത്? അല്ലേ അല്ല, വെറുതെ പടച്ചതല്ല, ആസ്വാദനത്തിന് പടച്ചതല്ല, ഹോബികൾ തീർക്കാൻ വേണ്ടി പടച്ചതല്ല. റബ്ബ് തആല സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വിധേയപ്പെട്ട് കഴിയാനാണ്, അങ്ങനെ വിജയം വരിക്കാനാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. വിജയികളെ കൂട്ടത്തിൽ പെടണോ? അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിന് വിധേയപ്പെടണം, അള്ളാഹുവിനെ കുറിച്ച് ബോധം വേണം, ഭാവി ജീവിതം തഖ്വയിലായി നയിക്കണം. ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചവരെന്ന് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹു മനസ്സ് നൽകിയത് കണ്ടില്ലേ ഹുബൈബേ? എന്നിട്ട് ഈ ചിരിച്ചുകൊണ്ട് അവർ ചോദിച്ചു, ഹുബൈബേ അവസാനം വല്ല ആഗ്രഹവുമുണ്ടോ? എന്റെ നേതാവിനുള്ള ആഗ്രഹം തന്നെയാണ് എന്റെ ആഗ്രഹവും. എന്റെ നേതാവിന് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഏറ്റവും വലിയ താല്പര്യം എന്താണ്? വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിച്ച ആഗ്രഹം എന്താണ്? അസ്വലാ, നിസ്കാരം തന്നെ. ഞാൻ ആ നേതാവിനനുസരിച്ച് ജീവിക്കുന്ന ആളല്ലേ. ദഊനി ഉസല്ലി റക്അതൈൻ, സുബ്ഹി നിസ്കരിക്കാതെ റബ്ബിന്റെ ഭക്ഷണവും കഴിച്ച് ഭൂമിയിലൂടെ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഇരുകാലി മനുഷ്യ, പ്രിയപ്പെട്ട പെങ്ങളെ, രാവിലെ എഴുന്നേറ്റ് നാസ്തയും കഴിച്ച് കോളേജ് കുമാരിയെ പോലെ ഡ്രസ്സും ധരിച്ച് പുറത്തിറങ്ങുന്ന പെങ്ങളെ, ശരീരത്തിന്റെ ലാവണ്യം തന്നത്, ആരോഗ്യം തന്നത്, ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നത് റബ്ബ് തആലയാണെന്ന് മറന്നുപോയോ? ഒരു നേരം നിനക്കങ്ങ് ബ്ലോക്ക് വന്നുപോയാൽ, നീ അങ്ങ് കുടുങ്ങിപ്പോയാൽ അവലംബിക്കാത്ത മാർഗങ്ങളില്ലല്ലോ, വിളിക്കാത്ത വിളികളില്ലല്ലോ. നേരത്തെ നീ ചെയ്ത തിന്മക്ക്, നിന്റെ ദുശാഠ്യത്തിന് അല്ലാഹു നിന്നെ ഒന്ന് ചെറിയ ടെസ്റ്റ് ഡോസ് തരുമ്പോഴേക്ക് നീ അങ്ങ് തളർന്നു പോയില്ലേ? യജമാനനായ റബ്ബിന് വഴിപ്പെടാനല്ലേ ഈ ശരീരം, അതിനല്ലേ ഈ ശരീരത്തിന്റെ ആരോഗ്യം, അതിനല്ലേ ഈ ശരീരത്തിന് തരുന്ന അവസരങ്ങൾ മുഴുവനും. ആ ഒരു വ്യക്തമായ ബോധത്തോടെ വേണം ജീവിതത്തിന്റെ ശിഷ്ടഭാഗം ചെലവഴിക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ഈ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹാന്മാരായ സ്വഹാബിമാർ അവരാണ് ഏറ്റവും വലിയ ഔലിയാക്കള്. അവരുടെ ബഹുമാനങ്ങളിൽ ചിലതാ പറഞ്ഞത്. അങ്ങനെയും ഔലിയാക്കളുണ്ട്. ഔലിയാക്കളിൽ ഏറ്റവും വലിയ സ്ഥാനം നൽകിയ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ പറയുന്നു, 2 റക്അത്ത് നിസ്കരിക്കണം. കയ്യിൽ നിന്ന് കെട്ടയിച്ചു കൊടുത്തു. ഉളൂവൊക്കെ നേരത്തെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. കഴുമരത്തിലേക്ക് വേണ്ടി പോകുമ്പോ എടുത്തൊരു ഉളൂ ഉണ്ട്. 2 റക്അത്ത് നിസ്കരിക്കുന്നു.
നിസ്കാരം കഴിഞ്ഞിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സുന്നത്ത് നിസ്കാരത്തിന് മടിയുള്ള മുസ്ലിമേ, സുന്നത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ നിന്നും പെരയിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരാ, ഉമ്മ പങ്ങന്മാരെ, ഹുബൈബ് തങ്ങൾ നിസ്കരിക്കുന്നത് ഫർള് നിസ്കാരമല്ല. പടച്ച റബ്ബിന്റെ ഹദ്റത്തിലേക്ക് പോകാൻ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. എന്നെ ഒന്ന് കൈയയിച്ച് വിട്ടുതരൂ, 2 റക്അത്ത് നിസ്കരിക്കട്ടെ. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് മഹാനവർകൾ പറഞ്ഞു, ലൗലാ അൻ തളുന്നു അന്നമാ ബി ജസഉൽ ലസിത്തു. മരണത്തിന്റെ വെപ്രാളം കൊണ്ടാണ് നിസ്കാരം ഇങ്ങനെ നീട്ടിപ്പോകുന്നത്, റക്അത്തുകൾ ഇങ്ങനെ കൂട്ടിപ്പോകുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ഇനിയും നിസ്കരിക്കുമായിരുന്നു. നിസ്കരിച്ച് എന്റെ റബ്ബിന് ശുക്ർ ചെയ്തിട്ട് എന്റെ ആഗ്രഹം തീർന്നിട്ടില്ല, എന്റെ പൂതി മാറിയിട്ടില്ല. ദുനിയാവിൽ വെച്ച് അള്ളാഹുവിലേക്ക് അവസാനമായി 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ പടിയിലേക്ക് കടുമരത്തിലേക്ക് കയറുമ്പോ അള്ളാഹുവിനുള്ള തഹിയ്യാത്തും സലാമും അഭിവാദ്യങ്ങളും കൊടുത്താൽ ദുനിയാവിൽ ഏറ്റവും ബന്ധന്മാരോടാണ്. പിന്നെ സംശയമില്ലല്ലോ, മറ്റൊരു മറുപടി ഇല്ലല്ലോ. ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മദീന മുനവ്വറയിൽ വെച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ സന്നിധിയിൽ വെച്ച് മടക്കിപ്പോയി, വഅലൈക്കസ്സലാം യാ ഹുബൈബ്. സ്വഹാബത്ത് ചോദിച്ചു, ഹുബൈബ് തങ്ങൾ എവിടെ നബിയേ? കടുമരത്തിലേക്ക് കയറിപ്പോയി, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എനിക്കൊരു സലാം പറഞ്ഞതാ. വാപ്പാക്കുള്ള സലാമല്ല, ഉമ്മാക്കുള്ള സലാമല്ല, മക്കൾക്കുള്ള സലാമല്ല, കൂട്ടുകാർക്കുള്ള സലാമല്ല, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലേ ഖൽബിനും ശരീരത്തിനും കൂടുതൽ ബന്ധമുള്ളത്. ആ തങ്ങൾക്കൊരു സലാം. സലാമു മദീനയിൽ വെച്ച് മടക്കിപ്പോയി. അടുത്ത പടിയിലേക്ക് അങ്ങ് കയറുമ്പോ ഹുബൈബ് തങ്ങൾ സദീരം ഒരു പ്രാർത്ഥന നടത്തി. ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ തങ്ങളൊക്കെ കാതുപൊത്തിപ്പോയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അഹ്സിഹിം മദദാ വഖ്തുൽഹും ബിദദാ വലാ തബ്ഖ മിൻഹും അഹദാ. എന്നെ കഴുമരത്തിലേക്ക് വലിച്ചേക്കാൻ തീരുമാനമെടുത്ത ഹാരിത്തിന്റെ മക്കള് ഒറ്റെണ്ണത്തിനെയും അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോ ബാക്കി വെക്കല്ലേ അല്ലാ. വ്യത്യസ്ത സമയങ്ങളിലായി അവരെ നീ അങ്ങ് തീർത്തേക്കണേ അല്ലാ. പിറ്റത്തെ കൊല്ലം ആ സമയമാകുമ്പോ ഹാരിത്തിന്റെ മക്കളിൽ ഒരാളും ഭൂമി ലോകത്തില്ല. എല്ലാവരും ചരമമടഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലായി ദീനിന് വേണ്ടി ശരീരവും അവസരവും സമ്പത്തും ചെലവഴിച്ച് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിൽ കഴിഞ്ഞ ഔലിയാക്കളിൽ വലിയ മഹാനായ ഹുബൈബ് തങ്ങളെ വാക്ക് അക്ഷരം പ്രതി അല്ലാഹ് സ്വീകരിച്ചു പോയി. അവസാനത്തെ പാദം മുന്നോട്ട് വെച്ചുകൊണ്ട് സധൈര്യം പറഞ്ഞില്ലേ, ഫലസ്തു ബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വയശ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. അല്ലാഹുവിന്റെ മാർഗത്തിലല്ലേ ഞാൻ കൊല ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, എന്റെ മനസ്സിൽ വേവലാതിയില്ല. എന്റെ ശരീരം ഇഞ്ചിഞ്ചായി ശത്രുക്കൾ മുറിക്കപ്പെട്ടാലും യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. ഒരൊറ്റ കഷ്ണം പോലും അല്ലാഹു ഭൂമിയിൽ വെറുതെയാക്കൂല. എല്ലാ കഷ്ണങ്ങൾക്കും അല്ലാഹ് ബറക്കത്ത് തരും, എല്ലാറ്റിനും അല്ലാഹ് ബഹുമാനം തരും. കാരണം എന്റെ ജീവിതവും എന്റെ അവസരവും എന്റെ ആരോഗ്യവും ഞാൻ ചെലവഴിച്ചത് റബ്ബിന്റെ മാർഗത്തിലാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു കഴുമരത്തിലേറ്റി.
തായോട്ടിറങ്ങാതെ അങ്ങനെ വെച്ചിരിക്കുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം താഴെ ഇറക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് 2 സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു. അപ്പോഴേക്ക് 40 ദിവസമായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരു സാധാരണ മനുഷ്യന്റെ ശരീരം അതേ നേരത്തോട് നേരമൊന്ന് വീട്ടിൽ വെച്ചു നോക്കൂ. തുറന്ന ദ്വാരങ്ങളിലൂടെ പലതും ഒലിച്ചുപോയി. പിന്നെയും ഒരു 24 മണിക്കൂർ വെച്ച് നോക്കൂ, രക്തം പുറത്തു വന്നുപോയി, ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞുപോയി. 3-ാമത്തെ ദിവസം വെച്ച് നോക്കൂ, കണ്ണ് പറഞ്ഞു പോന്നുപോയി. 40 ദിവസം കഴുമരത്തിൽ അങ്ങനെ കിടക്കുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം രോമം കൊഴിഞ്ഞിട്ടില്ല, നഖം പറഞ്ഞിട്ടില്ല, കണ്ണ് പോയിട്ടില്ല, ഭാവമാറ്റങ്ങൾ ഏതുമില്ല. സ്വഹാബിമാര് പോയിട്ട് കഴുമരത്തിൽ നിന്ന് തായോട്ടിറക്കിയിട്ട് ചുറ്റുഭാഗത്തും കാവൽക്കാരനവര് മതോന്മത്തരാണ്. കുടിച്ച് കുടിച്ച് ലക്ക് കെട്ട് കിടക്കുകയാണ്. മുകളിൽ നിന്ന് തായോട്ടിറക്കി വാഹനത്തിൽ കയറ്റി പതുക്കെ അങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോ ആരോ ഒന്നുണർന്നിട്ട് പറഞ്ഞു, കഴുമരത്തിൽ ആളെ കാണുന്നില്ല. എല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ട് ചാടിയിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ പിന്നാലെ കൂടിപ്പോയി. പക്ഷേ അവർക്ക് കിട്ടിയില്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ സ്വഹാബിമാര് ഭൂമിയോട് പറഞ്ഞു, ഭൂമിക്കറിയാം ഈ മഹാനെ, ആകാശത്തിനും അറിയാം ഈ മഹാനെ, മലക്കുകൾക്കും അറിയാം ഈ മഹാനെ, എല്ലാവർക്കും അറിയാം ഈ മഹാനെ. ഭൂമി അങ്ങ് ഖബറായി പിളർന്നു കൊടുക്കുന്നു. അതിലേക്കങ്ങ് ബിസ്മീൻ ചൊല്ലി വെച്ചു കൊടുത്തുപോയി. അവര് വന്ന് പല ഭാഗത്തും തപ്പിത്തെരഞ്ഞു, ശരീരം കിട്ടിയില്ല. കാരണം ആ ശരീരം ഇവിടെ ജീവിച്ചത് എന്തിനാണ്? ആ ശരീരത്തിന്റെ സമയങ്ങൾ ചെലവഴിച്ചത് എന്തിനാണ്? അധ്വാനങ്ങൾ ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയായപ്പോ ആ ശരീരത്തിന് അള്ളാഹു മഹത്വം കൊടുത്തുപോയി, വലിയ സ്ഥാനം കൊടുത്തുപോയി. അന്ന് വൈകുന്നേരം ഖുബൈബ് തങ്ങളെ പലതും ചെയ്യാൻ അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നു. കിട്ടാത്തത് കൊണ്ട് ചിലര് പറഞ്ഞു, ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ കുന്നിന്റെ മുകളിലുള്ള ഗുഹയുടെ താഴ്ഭാഗത്തുണ്ടാകും, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പയാണ് ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നത്, ആസിമിന്റെ തലയോട്ടി എനിക്ക് കിട്ടണം, എന്നിട്ടതിന് മദ്യമൊഴിച്ചിട്ട് എനിക്കൊന്ന് ഉല്ലസിക്കണം. എന്റെ ഭർത്താവിനെ, എന്റെ മകനെ, എന്റെ സഹോദരനെ 3 പേരെയും കൊന്നത് ആസിമാ. ആസിമിന്റെ തല എനിക്ക് കൊണ്ടുവരുന്നവർക്ക് ഇഷ്ടം പോലെ സ്വർണ്ണ നാണയങ്ങൾ തരാം എന്നൊരു പെണ്ണ്, സുലാഫ എന്ന് പറയുന്ന പെണ്ണ് വിളിച്ചു പറഞ്ഞപ്പോ ഇവരെല്ലാവരും കൂടി ആ പണം ലക്ഷ്യം വെച്ചുകൊണ്ട് കുന്നിൻ മുകളിലേക്ക് നീങ്ങി. സുബ്ഹാനല്ലാഹ്, അവരതിനടുത്തെത്താറായ നേരത്ത് ആസിം റളിയല്ലാഹു അൻഹു എന്താണ് അവിടെ വെച്ച് അള്ളാഹിനോട് പറഞ്ഞത്? 2 കാര്യമാണ്. ഒന്ന്, ഞങ്ങളെ ശരീരങ്ങൾ മുഴുവനും നിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ ഇതുവരെ ജ്വലിച്ചു നിർത്തിയത്, ഞങ്ങളെ ശരീരങ്ങൾക്ക് നീ പ്രൊട്ടക്ഷൻ തരണം, ഒരൊറ്റ നിഷേധിക്കും പന്താടാൻ വിട്ടുകൊടുക്കരുത്. 2ാമത്തെ ദുആ, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ മുത്തുനബി തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണേ അല്ലാഹ്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ശരീരത്തിലേക്ക് അടുക്കാൻ അവർ പോകുമ്പോ ശരീരം അവരവിടെ കാണുന്നുണ്ട്. അതാ കിടക്കുന്നുണ്ട് ആ ശരീരം, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഇത്രയും ദിവസമായിട്ട് ചിതലരിച്ചിട്ടില്ല, ഒരു പ്രാണിയും തിന്നിട്ടില്ല, ഒരു ഉറുമ്പ് മരിച്ചിട്ടില്ല, തലയും ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെയുണ്ട്. അടുത്ത് എത്താറായ നേരത്ത് അല്ലാഹു തേനീച്ചെ വിട്ടു. കടന്നൽ കൂട്ടം വന്ന്, തേനീച്ചക്കൂട്ടങ്ങൾ വന്ന് അവരെ ശക്തമായി പ്രതിരോധിച്ചു. വലിയവർക്ക് അല്ലാഹു ചെറിയ പ്രതിരോധങ്ങളല്ലേ കൊടുത്ത് ശീലമുള്ളത്. ആനപ്പടയെ അല്ലാഹു തആല തകർത്തത് പീരങ്കി കൊണ്ടല്ലോ, ചെറിയ ചെറിയ കല്ലുകൾ പക്ഷികളിൽ അയച്ചു കൊടുത്തിട്ടല്ലേ അവരെ നശിപ്പിച്ചത്. അതുപോലെ ഇതാ കടന്നൽ കൂട്ടം വന്ന് ഇവരെ അങ്ങ് കുത്തുന്നു. ഇവര് അശ്വഭടന്മാരാണ്, സായുധരാണ്, എതിർക്കാൻ അവർക്ക് പഴുതുകളില്ല. അവര് മാറി നിന്നിട്ട് പറഞ്ഞു, രാത്രിയാകട്ടെ, തേനീച്ച പോയി പോകും, അപ്പോൾ നമുക്ക് പോയി എടുത്തുകൊണ്ടുവരാം. രാത്രി പുറത്തിറങ്ങുമ്പോ ശക്തമായ
ശക്തമായ മഴ പെയ്തു, അടുക്കാൻ പറ്റുന്നില്ല. ആ മഴയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനമുള്ള ശരീരങ്ങളെ മറപ്പിച്ചു വെച്ചു. നേരം വെളുത്തിട്ട് പല ഭാഗത്തും അവർ നോക്കി, ഒരു ഭാഗത്തും കണ്ടില്ല. അവരെ വാക്ക് ഏത് രൂപത്തിലാണ് അല്ലാഹ് കബൂൽ ചെയ്തത്? അവരെ ശരീരങ്ങൾക്ക് എന്തൊരു ബഹുമാനമാണ് അല്ലാഹു നൽകിയത്. അവരൊക്കെ മഹാന്മാരാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അക്ഷീണം യത്നിച്ചവരാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ബഹുമാനങ്ങൾ അല്ലാഹു നൽകിയത്. ഔലിയാക്കളൊക്കെ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവരെ ഒഴിവും കഴിവും സമയവും വിനിയോഗിക്കുമ്പോ, ജനങ്ങളുടെ ബാധ്യതകൾ ആശ്വാസങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശസ്തിയും പെരുമയും ജനങ്ങളുടെ മനസ്സിൽ അല്ലാഹു നിലനിർത്തുകയാണ്. നമ്മുടെ ചിറവുപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ബക്കറ്റ് കൊണ്ട് പിരിവിന് സഹോദരങ്ങൾ വരും, നമ്മുടെ സുഹൃത്തുക്കൾ വരും. അവർ ഈ വിഷയത്തിൽ വളരെ താല്പര്യത്തോടെ നടത്തുന്നൊരു പരിപാടിയാണ്. ഒരുപാട് ചെറുപ്പക്കാർ നേതൃത്വം നൽകുന്ന ഒരുപാട് ഉസ്താദുമാര്, കാരണവന്മാരൊക്കെയുണ്ട്. ആ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, നല്ല ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. കാമിലായ ഈമാൻ അവർക്കും ഞങ്ങൾക്കും നൽകി ഞങ്ങളെയും അവരെയും നീ സഹായിക്കണേ റഹ്മാനെ. പ്രാർത്ഥിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിലധികവും രോഗബാധിതരായി കിടക്കുന്നവരാണ്. ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ മൂത്താപ്പയുടെ മകൾ ഹോസ്പിറ്റലിലാണെന്നൊന്ന് പ്രത്യേകം ദ്വാരക്കാൻ ഈ സദസ്സിൽ അറിയിച്ചു. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. ആ സഹോദരിക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, പൂർണ്ണ ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആജില ശിഫ നൽകി അനുഗ്രഹിക്കണേ.